ഇനി നോക്കൂ, സ്വഹാബത്തിന്റെ കാലശേഷം, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിന്റെ കാലശേഷം സ്വഹാബികൾ ഹിജ്റ 50 നടന്ന സംഭവം ചരിത്ര പണ്ഡിതനായ അല്ലാമ മസ്ഊദി രേഖപ്പെടുത്തി വെക്കുകയാണ്. അല്ലാമ മസ്ഊദിയെ ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. 1100 വർഷം മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥം അല്ലാമ മസ്ഊദിയുടെ മുറൂജുൽ ദഹബ് എന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ മസ്ഊദി പറയുന്നത് എന്താ? ഒരു സംഭവം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതെന്താ? അന്ന് 4 ഖലീഫമാരുടെ കാലശേഷം അവിടെ ചില കിരാതമായ ഭരണാധിപന്മാർ വരികയാണ്. ആ മദീനയിലേക്ക് ഒരു ഗവർണർ വരുന്നു. ആ ഗവർണർ അക്രമിയായ ഗവർണറാണ്. ആ ഗവർണർ അക്രമിയായ ഗവർണറെ മദീനയിൽ നിശ്ചയിച്ചു എന്നറിഞ്ഞപ്പോ അതിന് പരിഹാരമായി അവർ ചെയ്തതെന്താ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഖബർ ഷരീഫിനെ അഭയമാക്കിക്കൊണ്ട് അവരതാ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. നമ്മളൊക്കെ ചെയ്യുന്ന പരിപാടി പ്രയാസം ഉണ്ടാവും, അമ്പർത്ത് പോകൂലേ? പ്രയാസം ഉണ്ടാവും, അജ്മീറിൽ പോകൂലേ? ഏർവാടിയിൽ പോകൂലേ? അവിടെയുള്ള മഖ്ബറയുടെ മറവ് ചെയ്യപ്പെട്ട മഹാത്മാക്കളുടെ അരികത്ത് ചെന്ന് ആ മഹാനെ തവസ്സുലാക്കി അവിടുന്ന് അഭയം തേടി അതാ ദുആ ചെയ്യുന്നു. ഇത് ചെയ്ത് പഠിപ്പിച്ചു തരുന്നതാരാ? സ്വഹാബികൾ. ഹിജ്റ 50 നടന്ന സംഭവമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിയാദ് ഇബ്നു അബീഹി എന്ന ഗവർണർ, അയാളിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയാ സ്വഹാബത്ത് ചെയ്യുന്നത്. എത്ര ദിവസമാണ് ആരംഭ റസൂലുള്ളാഹിയുടെ ആ ഖബർ ഷരീഫിൽ അഭയം തേടി അവർ പ്രവർത്തിച്ചതെന്നോ? 3 അയ്യാം, 3 ദിവസമാണ്. ഒരു സിയാറത്ത് കഴിഞ്ഞ് പോരല്ല, 3 ദിവസം ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിങ്കൽ അന്നത്തെ സ്വഹാബികൾ താബിഉകൾ അവരൊരുമിച്ചു കൂടി ആരംഭ റസൂലുള്ളാഹിയുടെ ഖബർ ഷരീഫിനെ അഭയ കേന്ദ്രമാക്കി പ്രാർത്ഥിക്കുന്നു. 3 ദിവസം. സിബത്തുൻ നുജൂമിൽ അവാലി എന്ന ഗ്രന്ഥം നോക്കിയാൽ കാണാം, വഖദ്ദമു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ദുആക്ക് നേതൃത്വം കൊടുക്കാൻ ഏൽപ്പിച്ചത് ആരെയാണെന്നറിയോ? മുത്തബിഉസ് സുന്ന എന്ന ഖ്യാതി നേടിയ സ്വഹാബി പ്രമുഖനായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ് അവർ ദുആക്ക് നേതൃത്വം ഏൽപ്പിക്കുന്നത്. അങ്ങനെ 3 ദിവസം ദുആ ചെയ്തപ്പോൾ എന്തുണ്ടായി? ഫഖറജത് ഫീ കഫിഹി ബസറത്തുൻ. ഗവർണറുടെ കയ്യിൽ ഒരു മുഴ പൊന്തി. സുമ്മ ഹക്കഹ, പിന്നെ അത് ചൊറിയായി. സുമ്മ സറത്ത് വസ്വദത്ത്, പിന്നെ അത് വസാറത്ത് ആക്കിലത്തൻ, അത് മുറിവായി. അങ്ങനെ അത് ക്യാൻസറായി മാറി. ഫഹലക ബിദാലിക്, ഈ കാരണത്തിനാൽ ആ ഗവർണർ മരിക്കുകയും ചെയ്തു. 1100 കൊല്ലം മുമ്പ് വിരചിതമായ എഴുതപ്പെട്ട ഗ്രന്ഥമാണ് മുറൂജുൽ ദഹബ്. ഈ ഗ്രന്ഥത്തിന്റെ 3-ാമത്തെ വള്യം 34-ാമത്തെ പേജിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇത് ചെയ്തതാരാ? ഇത് സ്വഹാബികൾ നമ്മളെ പഠിപ്പിച്ച തൗഹീദാണ്. സഹോദരങ്ങളെ, ഇനി നിങ്ങൾ നോക്കും,